അച്ഛാ, നന്ദിനി ഇവിടെ ഒന്നുമില്ല. എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഡാഡി, അവൾ ഈ വഴക്കും ബഹളമൊക്കെ കണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അവളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവും അങ്കിൾ. നമ്മളിപ്പോ ഇവിടെ നിന്ന് വെറുതെ സമയം കളയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഇപ്പൊ കാണാതായിരിക്കുന്നത്. കുറച്ചുകൂടെ മനുഷ്യത്വം കാണിച്ചുകൂടെ നിങ്ങൾക്ക്? ഇതിൽ എന്ത് മനുഷ്യത്വം കാണിക്കാനാ? നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞാനില്ലേ? അല്ല, സൂര്യയും ഇവരൊക്കെ ഇവിടെ ഇല്ലേ? അവള് മാത്രമാണല്ലോ കാണാതായി പോകുന്നത്. അല്ല, അതിന് മാത്രം എന്താ അവൾക്ക് ഇത്ര പ്രത്യേകത? കണ്ടോ ഓരോന്നിന്റെ കോലം കണ്ടോ? തല്ലി ചതച്ചിട്ടേക്ക. ഇനിയിപ്പോ ഇതിനൊക്കെ പകരം ചോദിക്കാൻ വരുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കും. അതിനെ കുറിച്ച് വല്ല ധാരണ ഉണ്ടോ നിങ്ങളുടെ മോന്? പത്മ, അച്ഛാ, നന്ദിനിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവന്മാര്, ആ ഇരിക്കുന്നവന്മാര് ഇന്നലെ മുതൽ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. നന്ദിനി മിസ്സായിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ ഇവര് തന്നെയാ. സൂര്യ, എവിടെയാണ് നന്ദിനി? നന്ദിനി ആരാളെ കൊണ്ടുപോയത്? അറിയില്ല. ഇവിടെ സത്യം പറയാം സാറേ. എല്ലാത്തിനും ഞാൻ ഇതിനകത്തിട്ട് കൊന്നുകളയും. സത്യം പറഞ്ഞു. സത്യം പറയാം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. സാറല്ലേ ഞങ്ങളെ തല്ലി പരുവപ്പെടുത്തി. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിനകത്തിട്ട് തീർക്കും. ഇതിനിടയിൽ ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല സാറേ. സൂര്യ, ഇന്നലെ മുതൽ നിങ്ങൾ എനിക്ക് നന്ദിനിക്ക് പുറകെടാ. പിന്നെ എങ്ങനെയാടാ ഞാൻ ഈ പഞ്ചാബി ദാബ കയറിയ ഉടനെ നിങ്ങൾ കയറി വന്നത്? നീയൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. നന്ദിനി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിറകിൽ നിങ്ങൾ തന്നെയാ. മര്യാദയ്ക്ക് സത്യം പറയുന്നതല്ലോ. സത്യം പറ. എന്തായി കാണിക്കുന്നേ? പിടിച്ചു മാറ്റിയവനെ. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാറേ. എന്റെ തന്ത്രിക്ക് എന്താ പറ്റിയ? സൂര്യ, ഇനി അടിച്ചാൽ മാറും. നീങ്ങ വന്നേ. ശരിയാക്കി ഇങ്ങോട്ട് വാടാ. ഇവിടെ ചെന്ന് പിടിക്ക്. ഞാൻ പോവില്ല. എന്നോട് എന്നെ വിടാൻ. എന്താടാ നീ കാണിക്കുന്നത്? അവരെന്തെങ്കിലും ചെയ്തതാണെങ്കിൽ അവരിപ്പോ ഇവിടെ ഉണ്ടാവോ? നീ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടാ. നന്ദിനിക്ക് വേറെന്തോ സംഭവിച്ചതാ. അച്ഛാ,
ഇന്നലെ ഞാനും നന്ദിനി യാത്ര ചെയ്യുമ്പോ ഇവര് പുറകെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് ഇവിടെ പുറത്തൊരു ലോറി കിടന്നിരുന്നില്ലേ? അതും ഇന്നലെ ഞങ്ങളുടെ മുന്നിൽ പിന്നിലുമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നന്ദിനിയെ കാണാതായി നമ്മൾ തിരയുമ്പോ ആ ലോറി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആരായിരുന്നു? അവരാണ് നന്ദിനി ഇവിടുന്ന് കടത്തിയത്, ഉറപ്പാ. മതി, നീ മനക്കണക്ക് കൂട്ടി ഓരോ കാര്യങ്ങളെങ്കിലും പറയല്ലേ. എന്ത് നടന്നാലും എന്ത് നല്ല സംഭവിച്ചാലും അവൾക്ക് മാത്രം ഒരു മിസ്സിംഗ് കേസ്.